കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളമുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം സമരസമിതിയുടെ ചെയർമാൻ സഖാവ് സുനിൽകുമാർ കരിച്ചേരിയാണ്. അദ്ദേഹത്തെ സഖാവിനെ ഈ യോഗത്തിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അതുപോലെ ഇന്ന് ഈ സമരപരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് KGOയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് KGOFൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇ ചന്ദ്രബാബുവാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പണിമുടക്ക് പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ജീവനക്കാരെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി സഖാവ് സുനിൽകുമാർ വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ ജീവനക്കാരുടെ പ്രകടനമാണ് ഇപ്പോൾ. പ്രകടനവും പൊതുയോഗവുമാണ്. കേരളത്തിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചത്. അത് നമ്മൾ തീരുമാനിച്ചത് 1,00,000 ആളുകളെ ഉൾപ്പെടുത്തി സർക്കാർ നയങ്ങൾ, പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള നയങ്ങൾ പുനഃപരിശോധിക്കണം, അതിൽ ഒരു നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാർച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ആളുകൾ പ്രചരിപ്പിച്ചത് നമുക്ക് ഒരു വലതോരവും ഇല്ല, നമ്മളാണ് ശരിയായ ഇടതോരം, നമ്മളാണ് ശരിയായ ഇടത് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് വലതോരം. അതിനെതിരായ സമരത്തിൽ അതിനെ എതിർക്കുന്നവരാണ് വലതുപക്ഷത്തിന് താങ്ങായി നിൽക്കുന്ന ആളുകൾ എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഭൂരിപക്ഷം സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. ഭൂരിപക്ഷം സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഇന്ന് വൈകുന്നേരം കണക്കെടുക്കുമ്പോൾ അത് തന്നെ പറയണം. പണിമുടക്കാത്ത മൊത്തം ആളുകൾ ഞങ്ങളുടേതാണ് എന്ന് ആരും അട്ടിപ്പേർ അവകാശം ഉന്നയിച്ച് വരേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരം, ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി KGOFന്റെ ഏറെ ബഹുമാനപ്പെട്ട നേതാവ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ചന്ദ്രബാബു ഡോക്ടറെ ക്ഷണിച്ചുകൊണ്ട് ഈ സംഘിന്റെ നേതൃത്വം നൽകുന്ന ആളുകളാണ്. എന്നാൽ അവരും മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്നു, ഇടതുമുന്നണി സർക്കാർ വാക്ക് പാലിക്കണം. അന്ന് അതിനനുകൂലമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ആളുകളുമാണ്.
ഇന്ന് സമരത്തിൽ പങ്കെടുക്കാത്ത മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. അപ്പൊ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെയും പങ്കെടുക്കാത്ത ആളുകളുടെയും ഒക്കെ എണ്ണമെടുക്കുമ്പോൾ ഇന്ന് ദേശാഭിമാനി കഴിഞ്ഞ 36 മണിക്കൂർ സമരത്തിൽ പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ സംഘടന അന്ന് വെച്ച് തന്നെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം 22 ബോധോദയം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ സമരസമിതി പറയുന്നത് നമ്മൾ 2016 ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല, സർക്കാരിനെതിരെയല്ല ഈ സമരം. സർക്കാരിനോടൊപ്പം തന്നെ സർക്കാർ ഇടത് നയങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇടതോരം ചേർന്ന് പോകണമെന്നും ഇടത് നയങ്ങൾ നടപ്പിലാക്കണമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നു. സർക്കാർ നമ്മൾ ഓർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, മറ്റു പലരെയും പോലെ സർക്കാരിന്റെ കൊടിയുടെ നിറം മാറുന്നതനുസരിച്ച് അവരുടെ ആവശ്യം മാറുന്നില്ല. സമരസമിതിയുടെ അംഗങ്ങളായ ജോയിന്റ് കൗൺസിലും AKSTയും KGIF അതുപോലെ സെക്രട്ടറി സംഘടനകളും PS സംഘടന എല്ലാവരും ഒറ്റ വാക്കേ നമ്മൾ പറയുന്നുള്ളൂ: പറഞ്ഞ വാക്ക് പാലിക്കുക. ഞങ്ങൾ ജീവനക്കാരോടൊപ്പമാണ്. നമ്മൾ ജീവനക്കാർക്ക് വേണ്ടിയാണ്. നമ്മൾ കൊടിയുടെ നിറമോ ഭരിക്കുന്ന പാർട്ടിയുടെ നിറമോ നോക്കിയിട്ട് നമ്മുടെ ആശയങ്ങളിൽ മാറ്റം വരുത്തില്ല. നമ്മൾ എന്താണ് ജീവനക്കാർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, അതിന്റെ കൂടെ എന്നും നമ്മൾ ഇവിടെ ഇരിക്കുന്ന കളക്ടറേറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ കൂടെയാണ്. എല്ലാവർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്ന ഒറ്റ ആവശ്യത്തിനാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്. 2015 നമ്മളെന്നൊരു സമരം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന് തന്നെയായിരുന്നു. അന്ന് നമ്മുടെ കൂടെ വേറെ പല സംഘടനകളും പല ആളുകളും നമ്മുടെ ഒപ്പം തന്നെ മേഖലകൾ തിരിച്ചും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും എല്ലാം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ആശയം നമ്മളെല്ലാ ജീവനക്കാരും എത്തിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്കിലും വാട്സപ്പിലും വളരെയധികം മെസ്സേജുകൾ എതിരായിട്ട് വരാൻ തുടങ്ങി. ആ മെസ്സേജ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതിന് അവർക്ക് തന്നെ, ആ മെസ്സേജ് ഇട്ടവർക്ക് തന്നെ തിരിച്ചേൽ കൂട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ നമ്മൾ 10:30 ഇവിടെ എത്തിയിരുന്നു. കളക്ടറേറ്റിന്റെ മുമ്പിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നിരുന്ന് പല സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നു. ഇപ്പോഴും പെൻഷൻ റെഗുലേറ്ററി ഫണ്ട് അതോറിറ്റി ആരാന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ ഫണ്ട് ആര് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുമെന്ന് അറിയുന്നില്ല. നമ്മുടെ ഫണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കൃത്യമായും എത്ര പൈസ കിട്ടുമെന്ന് അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ ജോലി ചെയ്യുന്ന 99% ജീവനക്കാർക്കും അല്ലെങ്കിൽ 100% ജീവനക്കാരും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം, അതിനെതിരായിട്ട് തന്നെയാണ് ഇന്ന് നിലകൊള്ളുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഫേസ്ബുക്കിലും ബാക്കിയെല്ലാം നോക്കി അറിയാം, പല മെസ്സേജുകളും നമ്മളോടൊപ്പം തന്നെയാണ് മെസ്സേജുകളെല്ലാം ഉള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെ പഴിചാരിക്കൊണ്ടാണ് ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ പറയുന്നത്. PFRD നിയമം പിൻവലിക്കണമെന്ന് PFRD നിയമം നടപ്പിലാക്കിയത് 2002 കേന്ദ്ര സർക്കാരാണ്. 2013 കേരളത്തിൽ നടപ്പിലാക്കിയത് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അത് നേരത്തെ നമ്മുടെ കൂടെയുള്ള സംഘടനകൾ, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഒരു സംഘടന പ്രകടനം ഉണ്ടായിരുന്നു ഇവിടെ. അവർ പറഞ്ഞ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. അവരുടെ ആവശ്യമാണ്, അവരാണ് നടപ്പിലാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി. അവരാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണം LPG എന്ന ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും പോലുള്ള ഉദാരവൽക്കരണം നേരം നടപ്പിലാക്കിയത്. സ്വകാര്യ മേഖലയ്ക്കെല്ലാം തുറന്നു കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആണ് കൂടുതൽ മെച്ചപ്പെട്ടത്. അത് കൂടുതൽ വരുമാനം കിട്ടും. നിങ്ങളുടെ പൈസ നിങ്ങൾ ഷെയർ മാർക്കറ്റിലും ബാക്കി നിക്ഷേപിച്ചത് തീരെ ചെറിയ എമൗണ്ട് മാത്രമാണ്. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. 2013 ഇതിൽ നടപ്പിലാക്കിയ സമയത്ത് നമ്മളെല്ലാവരും സമരത്തിലായിരുന്നു. അന്ന് നമ്മളോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്തായാലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടല്ലോ, വരും തലമുറക്ക് മാത്രമല്ല, ഇനി വരും സർക്കാർ സർവീസ് വരുന്നവർക്കല്ലേ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമാകുന്നുള്ളൂ. അന്ന് നമ്മളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കി. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ ജീവനക്കാർക്കും വേണ്ടിയാണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല, സർക്കാർ സർവീസുകളിൽ എല്ലാ ജീവനക്കാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണ് വേണ്ടത്. സർക്കാർ സർവീസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണ്. 60 വയസ്സോളം 56 ഇപ്പൊ 60 വയസ്സാക്കി കഴിഞ്ഞു. 60 വയസ്സോളം സർക്കാരിന് വേണ്ടി ജീവിച്ച്, സർക്കാരിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാവുന്നവരെ നമ്മൾ എന്ത് വന്നാലും ജീവനക്കാരോടൊപ്പം ഉണ്ടാവും എന്നുള്ള വാക്ക് സമരസമിതി എല്ലാവർക്കും വേണ്ടി, എല്ലാ ജീവനക്കാർക്കും വേണ്ടി, നമ്മുടെ സമരത്തിൽ പങ്കെടുത്ത ആർക്കും വേണ്ടി, കാരണം ആനുകൂല്യം കിട്ടുക എല്ലാവർക്കും ഉള്ളതാണ്. അവർ മനസ്സുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ട്. അവരെല്ലാവർക്കും വേണ്ടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ സമരം നമ്മൾ നിർത്താൻ പോകുന്നില്ല. എന്ത് വന്നാലും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ പറയുന്ന ഈ മെഡിസെപ്പ് എന്ന് പറയുന്നത് സർക്കാരെ ഏറ്റെടുക്കുകയും എല്ലാവർക്കും കൃത്യമായി നമുക്കൊരു ആശുപത്രി പോകേണ്ടി വന്നാൽ ആ മുഴുവൻ ചെലവും സർക്കാർ കൊടുക്കാനാണ്. നമ്മൾ സർക്കാർ ഇതിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു, വാഗ്ദാനങ്ങളായിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. സർക്കാരിനെ നമ്മൾ ഉറപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സർക്കാരിനെതിരെയല്ല, ഒരിക്കലും നമ്മളെതിരെ എന്ന് പറയുന്നില്ല. പലരും പ്രചരിപ്പിക്കുന്ന പോലെ നമ്മൾക്കത് കിട്ടിയോ, അല്ലെങ്കിൽ നമ്മൾ വലതോരം ചേരുന്നു, മറ്റ് സംഘടനകളിൽ ചേരുന്നു എന്നുള്ള പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും നല്ല മികച്ച, അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് അച്യുതമേനോൻ സഖാവാണ്. അച്യുതമേനോൻ സഖാവായിരുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്. നമ്മൾ കാണുന്ന യൂണിവേഴ്സിറ്റികൾ, പല ആനുകൂല്യങ്ങളും, ശമ്പള പരിഷ്കരണം, അതുപോലെ ജീവനക്കാർക്ക് വേണ്ടി നിന്നിരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്യുതമേനോൻ സഖാവെന്ന് എല്ലാവർക്കും അറിയാം.
ആ അച്യുതൻ സഖാവിൻ്റെ ഭരണകാലത്ത് നിന്ന് അല്ലെങ്കിൽ ആ കൂട്ടുകക്ഷി മുന്നണിയിൽ നിന്ന് CPI എന്ന ഭരണകക്ഷി അത് മാറിയിട്ട് ഇടതുപക്ഷം രൂപീകരിക്കാൻ കൂടെ നിന്നത് അന്നുണ്ടായ അധികാരമെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരുന്നു. നമ്മുടെ പങ്കാളിത്ത പെൻഷൻ ഫണ്ട് ഉപയോഗിക്കുന്ന ഫണ്ട് അതിന് പകരം സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശമ്പള പരിഷ്കരണം അച്യുതമേനോൻ സർക്കാരാണ് അന്ന് 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അത് ഇങ്ങോട്ട് എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മുടെ ശമ്പളം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷനിൽ 10 വർഷം കൂടുമ്പോൾ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് തള്ളുകയാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ 2016 തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശമ്പള പരിഷ്കരണ നടപടികൾ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇന്ന് തുടങ്ങുന്ന അതിനെപ്പറ്റിയുള്ള ടേംസ് ഓഫ് റെഫറൻസ് അധ്യക്ഷൻ ചെയർമാൻ കമ്മീഷൻ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ DA 19% DA കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ വിലക്കയറ്റവും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനക്കാർക്ക് ആവശ്യമായ ന്യായമായ ലഭിക്കേണ്ടതായ DA എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ വിലക്കയറ്റത്തിനനുസരിച്ച് ജീവനക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ആനുകൂല്യം. അതിനുശേഷം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോമൺ മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഓരോ വർഷവും ഇലക്ഷനെ സമീപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന് 1.5 വർഷം കൂടി ബാക്കിയുള്ളൂ. ഈ 1.5 വർഷത്തിൽ തന്നെ ഇത് മനസ്സുകൊണ്ട് അവരൊക്കെ സമരത്തിന് കൂടെയാണ്. അവർക്ക് ഫിസിക്കലായി സമരത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പല രാഷ്ട്രീയ കാരണങ്ങളാലും അവരെ പിടിച്ചു നിർത്തുകയാണ്. അവർ പരസ്യമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കളക്ടറേറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ കൂടെയാണ്. എല്ലാവർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്ന ഒറ്റ ആവശ്യത്തിനാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്. 2015 നമ്മളന്നൊരു സമരം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന് തന്നെയായിരുന്നു. അന്ന് നമ്മുടെ കൂടെ വേറെ പല സംഘടനകളും പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നവർ നമ്മുടെ കൂടെ ഇല്ല. അവർ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന്. നമ്മൾ പറയുന്നത് നമ്മുടെ മാത്രം ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, നിങ്ങൾക്കെല്ലാവർക്കും ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അതാണ് മെച്ചം എന്നുള്ള ബോധോദയം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ സമരസമിതി പറയുന്നത് നമ്മൾ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല സർക്കാരിനെതിരെയല്ല ഈ സമരം. സർക്കാരിനോടൊപ്പം തന്നെ സർക്കാർ ഇടത് നയങ്ങൾ അല്ലെങ്കിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇടതോരം ചേർന്ന് പോകണമെന്നും ഇടത് നയങ്ങൾ നടപ്പിലാക്കണമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മനസ്സുകൊണ്ട് അവരൊക്കെ സമരത്തിന് കൂടെയാണ്. അവർക്ക് ഫിസിക്കലായി സമരത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. പല രാഷ്ട്രീയ കാരണങ്ങളാലും അവരെ പിടിച്ചു നിർത്തുകയാണ്. അവർ പരസ്യമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കളക്ടറേറ്റിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാവരും മനസ്സുകൊണ്ട് നമ്മുടെ കൂടെയാണ്. എല്ലാവർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്ന ഒറ്റ ആവശ്യത്തിനാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്. 2015 നമ്മളന്നൊരു സമരം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്ന് തന്നെയായിരുന്നു. അന്ന് നമ്മുടെ കൂടെ വേറെ പല സംഘടനകളും പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നവർ നമ്മുടെ കൂടെ ഇല്ല. അവർ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന്. നമ്മൾ പറയുന്നത് നമ്മുടെ മാത്രം ഇരട്ടത്താപ്പാണെന്നാണ് പറയുന്നത്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, നിങ്ങൾക്കെല്ലാവർക്കും ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അതാണ് മെച്ചം എന്നുള്ള ബോധോദയം ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ സമരസമിതി പറയുന്നത് നമ്മൾ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. ആ പ്രകടന പത്രികയിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല സർക്കാരിനെതിരെയല്ല ഈ സമരം. സർക്കാരിനോടൊപ്പം തന്നെ സർക്കാർ ഇടത് നയങ്ങൾ അല്ലെങ്കിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇടതോരം ചേർന്ന് പോകണമെന്നും ഇടത് നയങ്ങൾ നടപ്പിലാക്കണമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ മെസ്സേജ് ഇട്ടവർക്ക് തന്നെ തിരിച്ചേൽ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് സമരസമിതിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഈ നമ്മളോട് കൂടെ ഇന്ന് മറ്റ് സംഘടനകളിലുള്ള ആൾക്കാർ കൂടി ഈ പണിമുടക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് സമരം പ്രഖ്യാപിച്ച സംഘടനകളുടെ കൂടെ അല്ലാതെ മറ്റ് സംഘടനകളിലുള്ള ആൾക്കാർ കൂടി ഈ ഒരു പങ്കാളിത്ത പെൻഷൻ എന്നുള്ള ഈ ഒറ്റ ഒരു വിഷയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മളോട് ചേർന്നിട്ടുണ്ട്. അവരെ കൂടി നമ്മൾ ഈ സമരസമിതിയുടെ ഭാഗമായതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അവരെ കൂടി നമ്മൾ അഭിവാദം ചെയ്യുന്നു. ഈ പണിമുടക്കിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാരെയും സമരസമിതിക്ക് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർക്കാർ ജോലി കിട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുമായിരുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ
പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇത് മറ്റൊരു സമരത്തിൻ്റെ തുടക്കമാണ്. നമ്മൾ തുല്യോരം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് വരെ നമുക്ക് ഇനി വിശ്രമമില്ലാത്ത ദിനങ്ങളായിരിക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും സമരം ചെയ്യാൻ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടന അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജെകേഎസ് സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജെകേഎസ് സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജെകേഎസ് സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജെകേഎസ് സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, സമരസമിതി സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജോയിന്റ് കൗൺസിൽ സിന്ദാബാദ്, ജെകേഎസ് 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.